വിത്ത് മീ ആയാലോ. ഇത് ഞാൻ സൂര്യ ടി വിയുടെ ഒരു ഓണം പ്രോഗ്രാമിന് പോയപ്പോൾ റെഡി ആയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഞാൻ നെയിൽ പോളിഷ് അടിച്ചിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇന്നൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് വെച്ചിട്ട് റെഡിയാണ്. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ എപ്പോഴും വരാറുള്ള കമൻറ്റാണ്, ഉണ്ണി ഒന്ന് നന്നായിട്ട് ഒരുങ്ങും. ഇന്ന് ഞാനൊന്ന് നന്നായിട്ട് ഒരുങ്ങാൻ തീരുമാനിച്ചു. അതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ്. എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. ഭയങ്കര മഴ കേട്ടോ, പേടിയാവണം ഇങ്ങനെ മഴ പെയ്യണ കാണുമ്പോൾ. എനിക്ക് 2018 ഓർമ്മ വരുന്നത്, ഫുൾ ടൈം മഴ. നമ്മുടെ ലൊക്കേഷനിലെത്തി. ഇതാണ് എൻ്റെ മേക്കപ്പ് ആർട്ട്. കുഴപ്പമുണ്ടോ? മേക്കപ്പ് ആർട്ടിസ്റ്റ്. എല്ലാ പ്രാവശ്യവും ഞാൻ ഒരു കാറിലാണ്. ഇത്തവണ ഞാൻ നന്നായി ഒരുങ്ങി പോകാന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഫുൾ പ്രൊഫഷണലിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. എന്താവോ ആദ്യം തന്നെ അപ്പം എൻ്റെ ഫേസ് ക്ലീൻ ആക്കിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓൾറെഡി ഫേസ് ഒക്കെ വാഷ് ചെയ്ത് മോയ്സ്ചറൈസർ ഇട്ടാൽ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒന്നും കൂടിയിട്ട് നമ്മൾ ക്ലീൻ ആക്കുന്നുണ്ട്. പിന്നെ ഫേസ് മാസ്ക് ഇട്ടേ. ഈ പ്രോഗ്രാം ഒരു കുക്കറി പ്രോഗ്രാമാണ്, രുചിച്ചോണം എന്ന് പറഞ്ഞിട്ട്. ഇത് ഞാൻ ഇടുന്നത് മിക്കവാറും സാറ്റർഡേ ആയിരിക്കും ഞാൻ ഇത് ഇടാന്ന് വിചാരിക്കണം, നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ. അങ്ങനെയാണെങ്കിൽ സൺഡേ അത് ടെലികാസ്റ്റ് ചെയ്യുവേ. നിങ്ങൾ കണ്ടോക്കണം എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പറയണത്. ഞാൻ ഇതിനകത്ത് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സർപ്രൈസിൽ നല്ല രസമായിട്ട് ഒന്ന് കണ്ടുനോക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നേരം ഞാൻ ആ കുട്ടീനോട് ചോദിച്ചായിരുന്നു കേട്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. കാരണം മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ആകുമ്പോൾ അവരുടെ എന്തെങ്കിലും സീക്രട്ട് ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെളിപ്പോണ്ടല്ലോ. അപ്പോൾ അതോടെ ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു പ്രശ്നമൊന്നുമില്ല ഇട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ പിന്നെ അങ്ങനെ ഒന്നും സീക്രട്സ് വെളിയിലാവുന്നൊന്നും വേണ്ടല്ലോ. പിന്നെ അത് വളരെ ചുരുക്കിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിലാട്ടോ എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാൻ വിചാരിച്ച് ഈ സൂര്യ ടി വിയുടെ തന്നെ അവർക്ക് തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റും അതുപോലെ സാരി ഡ്രൈപ്പ് ചെയ്യണവരും ഉണ്ട്. അപ്പോൾ അത് തന്നെ ചെയ്യാൻ വിചാരിച്ചിരുന്നേ. പിന്നെ എന്താ വെച്ചാൽ മുൻപത്തെ തവണയൊക്കെ ഞാൻ അങ്ങനെ പ്രോഗ്രാമിന് പോയപ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര ഹറിബറി ആയി പോയി. വേറെ ആൾ അടുത്ത മേക്കപ്പ് ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് ഇങ്ങനെ ഷടപടയെന്ന് ചെയ്യണം. അപ്പോൾ ആ ലാസ്റ്റ് ഒരു പാനിക്ക് വേണ്ടാന്ന് ഓർത്തിട്ട് ലാസ്റ്റ് നിമിഷമായപ്പോഴാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടിടാൻ എന്തോരം റെസ്പോൺസ് വന്നെന്നാ മെസ്സേജ് അയച്ചാൽ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇത്ര പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഞാൻ വിചാരിച്ചിരുന്നേ ഇല്ല. കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആളുടെ പ്രൊഫൈൽ നോക്കിയപ്പോൾ ഇങ്ങനെ രസമായി തോന്നിയിട്ടുള്ളതുകൊണ്ട്. പിന്നെ എൻ്റെ ഇതെങ്ങനെ വെച്ചാൽ എനിക്കിങ്ങനെ കുറച്ച് ടോണപ്പ് ആയിട്ടുള്ള മേക്കപ്പ് വേണമെന്നുണ്ടായിരുന്നു. ഇങ്ങനെ സാധാരണ ഞാൻ ചെയ്യണ എങ്ങനെയാ വെച്ചാൽ എനിക്ക് റിയൽ ലൈഫിൽ കാണുമ്പോൾ രസമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ എനിക്ക് വേണ്ടത് ഇച്ചിരി ടോണപ്പ് ആയിട്ട് ഇങ്ങനെ ശരിക്കും നമ്മൾ പുട്ടിയടിക്കാന്ന് പറയില്ല, അതേപോലെയുള്ളൊരു ലുക്കായിരുന്നു എനിക്ക് വേണ്ടേ. നമ്മൾ ഈ ടി വി പ്രോഗ്രാമിൽ വരുമ്പോൾ എനിക്ക് മുന്നത്തെയൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ നല്ലോണം ബ്രൈറ്റായി നിന്നില്ലെങ്കിൽ അവരുടെ ലൈറ്റിലും അവരുടെ വലിയ ക്യാമറ വരുമ്പോൾ നമ്മൾ ഭയങ്കര ഡള്ളായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും. പിന്നെ ഐ ലുക്ക് എനിക്കിങ്ങനെ ഓപ്പൺ അപ്പ് ആവണ പോലത്തെ ഐ ലുക്ക് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആ രീതിക്ക് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഐസ് ആട്ടോ കൊടുത്തിട്ടുള്ളത്. ഒരു വളരെ ചെറിയതായിട്ടുള്ള ഇങ്ങനെ ലൈൻ ചെയ്തിട്ട് സോഫ്റ്റ് കളേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ എന്താ പറ്റുക വെച്ചാൽ എനിക്ക് ഇച്ചിരി ഡബിൾ ഐ കണ്ണിൻ്റെ മേലെ ഇങ്ങനെ തുറക്കുമ്പോൾ ഒരു എന്താ പറയുക, ഡബിൾ ഐ എന്നല്ലേ പറയാം, ആ ഒരു ഇങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ ഓപ്പണപ്പ് ആവണ പോലെ വേണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വച്ചിട്ടുണ്ടായിരുന്ന ലാഷസും ഭയങ്കര വലിയ ലാഷസ് വെക്കാതെ എൻ്റെ കൺപീലിയുടെ അത്ര തന്നെ ഉള്ള കണ്ടോ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടോ കണ്ണ് ചെയ്തിട്ട്. പിന്നെ ഇത്തവണ മേക്കപ്പ് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു കേട്ടോ. ഇതിന് ശേഷം ഞാൻ തീരുമാനിച്ചു ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും മേക്കപ്പ് ആർട്ടിസ്റ്റിനെ അതുപോലെ സ്റ്റൈലിസ്റ്റിനെയും വെക്കുമെന്ന്. ഇത്തവണ എനിക്ക് അമ്മുവാണ് എൻ്റെ സ്റ്റൈലിസ്റ്റായിട്ട് ഇങ്ങനെ എന്തൊക്കെയാണ് ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ ബ്ലൗസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത്, ഏത് സാരിയാണ് വേണ്ടതെന്നുള്ളത്, വള ഏത് വേണം, ഓർണമെൻറ്റ്സ് ഏത് വേണം, അതുപോലെ തലയെ വെക്കണം മുല്ലപ്പൂ ഏത് കളറിലാണ്, മുടി ഏത് രീതിയിൽ വന്നാൽ ആ ഭംഗി ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത് ഓൾറെഡി അമ്മൂസ് എനിക്കിങ്ങനെ എല്ലാം പറഞ്ഞ് ഇങ്ങനെയായിരിക്കും ഔട്ട്ലുക്ക് വരിക എന്നുള്ളത് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആവും. ഞാൻ മെയിനായിട്ട് ഇങ്ങനെ പരിപാടികൾക്ക് പോകാത്ത എന്താ അറിയോ, ഈ ഒരു സ്ട്രെസ് കാരണോ. എനിക്ക് ഈ ഡ്രസ്സ് അറേഞ്ച് ചെയ്യാന്നുള്ളതുണ്ടല്ലോ, എന്തൊരു പാടാന്ന് കഴിഞ്ഞത്. ഡ്രസ്സ് എന്തിൻ്റെ കൂടെ ചേരും, ഏത് രീതിയിൽ ഇങ്ങനെ ഇടും എന്നുള്ളത് എനിക്ക് അത് ഭയങ്കര സ്ട്രെസ്സാക്കുമായിരുന്നു. പക്ഷേ ഇത്തവണ ഭയങ്കര ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർത്തു എനിക്ക് സ്ഥിരമായിട്ട് ഒരു സ്റ്റൈലിസ്റ്റിനെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വെക്കണമെന്ന്. ഇങ്ങനെ നന്നായിട്ട് ചെയ്യണവരുണ്ടെങ്കിൽ നമ്മളുമായിട്ട് സിങ്കായി പോകണം കേട്ടോ, എന്നാലേ സെറ്റ് ആവുള്ളൂ. അപ്പം അങ്ങനെ ഇതിന് വെക്കണം ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടിരിക്കാനായിട്ട് പറ്റും. ഏത് മേക്കപ്പ് ഏത് രീതിയിൽ വന്ന രസമുണ്ടാവും. ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിലും ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ ആളെനിക്ക് ചെയ്തു തന്നു. ഈ ബ്ലഷൊക്കെ ഇടുമ്പോൾ ഞാൻ ഇത്തിരി കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഈ കളറിലെ ബ്ലഷ് എനിക്ക് ചേരുമെന്ന്. പക്ഷേ മൊത്തം ചെയ്ത് വന്നപ്പോഴേക്കും ഭയങ്കര രസമായി. ഇത്തവണ ഭയങ്കര ഇതുകൊണ്ട് കോൺഫിഡൻ്റ് ആയിരുന്നു. ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ലുക്ക് വന്നേക്കണ രീതി എനിക്ക് നന്നായി ഇഷ്ടമായി.
ഇതിൻ്റെ വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നാളെ സൺഡേ നമ്മുടെ മെയിൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാവേ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. സാധാരണ നമ്മൾ ട്യൂസ്ഡേ, തേഴ്സ്ഡേ അതുപോലെ സാറ്റർഡേ ആണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ വ്ളോഗ് വന്നതുകൊണ്ട് നമുക്ക് സൺഡേ കൂടിയിട്ട് ഇടാം. നമുക്ക് ഇങ്ങനത്തെ പരിപാടികൾക്ക് പോകുമ്പോൾ മനസ്സിലാവുക, ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇവർ എന്തോരം എഫേർട്ടാണ് വെച്ചാൽ, എന്തോരം ആളുകൾ, എത്ര ക്യാമറ, എന്തോരം കോർഡിനേഷൻ. ഞാൻ അങ്ങനെ ചിന്തിക്കായിരുന്നു ഇവർക്ക് അത്ര ലാഭം ഉണ്ടാവുമെന്ന് വെച്ചാൽ അത്രയും കുറേ ആളുകളുടെ ഹാർഡ് വർക്ക്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കണം. ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ മേക്കപ്പിൻ്റെ സ്റ്റെപ്പുകളൊന്നും പറയാതിരുന്നത് ഞാൻ ചെയ്യണ മേക്കപ്പ് അല്ലല്ലോ, പിന്നെ ഞാൻ അത്ര കണ്ട് ശ്രദ്ധിച്ചിരുന്നില്ലേ. ഇങ്ങനെ ഭയങ്കര എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. ഞാൻ അമ്മൂസിനും ആ കുട്ടിക്കും ഇങ്ങനെ വിട്ടി കൊടുത്തിരിക്കുകയായിരുന്നു, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നില്ല. ലിപ്സ് മാത്രം ഞാൻ കേട്ടോ ഫ്രണ്ടിൽ ഇച്ചിരി ഇങ്ങനെ എനിക്കിത്തിരി ചുണ്ടിൻ്റെ ക്യൂബിക് ഏരിയ ഇച്ചിരി ഓവർലൈൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് എന്നെ കാണുമ്പോൾ ചുണ്ടിങ്ങനെ എന്നിട്ട് ഇങ്ങനെ പതുങ്ങിയിരിക്കണ പോലെ ഫീൽ ചെയ്യും. എൻ്റെ ചുണ്ടിന് മേൽചുണ്ടിന് നീളമില്ല, താഴത്തെ ചുണ്ട് എൻ്റെ വലുത്, മേൽചുണ്ട് ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് എൻ്റെ വരയ്ക്ക് അനുസരിച്ച് ചെയ്യുവാണെങ്കിൽ കണ്ടിങ്ങനെ കുഞ്ഞായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെൻറ്ററിൽ മാത്രം ഇച്ചിരി ഞാനിങ്ങനെ ഒന്ന് പോപ്പ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഫുള്ള് സാരി ഉടുത്തതിന് ശേഷം ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മാറ്റാന്നുള്ള രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ മുടി ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കേളി ഹെയർ തന്നെ ഇടണമെന്നായിരുന്നു, അഴിച്ച് ഓപ്പൺ ആയിട്ട് ഇടണമെന്നായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ക്ലോത്തിങ്ങിൽ സാരി ഷൂട്ടും ഇതും തമ്മിൽ വ്യത്യാസമില്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് കുക്കിംഗ് പ്രോഗ്രാം അല്ലേ, അപ്പോൾ മുടി ഇങ്ങനെ തടസ്സായി മുന്നിലേക്ക് വരണ്ടാന്ന് ഓർത്തിട്ട് മുടി അല്ലാണ്ട് തന്നെയുള്ള കേൾസ് വരണ പോലെ തന്നെ എന്നാൽ ബാക്കിലോട്ട് ഇട്ടുള്ള രീതിയിൽ ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇച്ചിരി ഹാഫ് അപ്പ് ആൻഡ് ഡൗൺ ആ രീതിക്കാണ്. പിന്നെ മുടി എൻ്റെ പോലെ തന്നെ കേളി ഹെയർ സെറ്റായി വരാതിരുന്നോണ്ടിട്ട് നമ്മൾ പിന്നെ ബ്രൈഡ്സ് ആട്ടോ ചെയ്തത്. അപ്പോൾ ഫ്രണ്ടിലുള്ള മുടികൾ ഇങ്ങനെ സ്പൈറൽ കോയിലില്ലേ, അങ്ങനെ ആ കോയിലായിട്ട് ചെയ്തിടാൻ ആദ്യം ഞാൻ വിചാരിച്ചത് ഞാൻ CGM തന്നെ ചെയ്യാം. അപ്പോൾ അതാകുമ്പോൾ എൻ്റെ മുടി അങ്ങനെ എനിക്ക് ഓൾറെഡി കേൾസ് എൻ്റെ മുടി നിൽക്കുമല്ലോ. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും വേണ്ടിയിട്ട് ഹീറ്റ് ഉപയോഗിക്കണമെങ്കിൽ പിന്നെ അത് പാടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാനത് ചെയ്യാതിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം ഷാമ്പൂ ചെയ്തു. അതാട്ടോ മുടി ഇച്ചിരി കൂടി ഇങ്ങനെ പറന്നിരിക്കണേ. കണ്ടീഷണറോ ഇല്ലെങ്കിൽ മാസ്കോ ഒന്നും ചെയ്തില്ല. തലേ ദിവസം അങ്ങനെ രാത്രിയിലാണ് ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നത്. മുടി നന്നായിട്ട് ഉണങ്ങിയിട്ട് പോലും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഫുള്ളിങ്ങനെ കുറച്ച് എല്ലാ ഭാഗവും ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആവശ്യമുള്ള ഭാഗങ്ങളാണ്. നമ്മൾ ബാക്കിൽ ഇങ്ങനെ ബ്രൈഡ് ചെയ്യണ കൊണ്ടിട്ട് ഒരുപാട് ഭാഗങ്ങളിലോട്ട് അങ്ങനെ ഫുള്ളായിട്ട് ചെയ്തിട്ടില്ലായിരുന്നെന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ നമ്മളൊരു ഇങ്ങനത്തെ പൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ, ഇതായിട്ട് രസമില്ല, എനിക്ക് നന്നായി ചേർന്നെന്നാണ് ഞാൻ വിചാരിക്കണത്. അമ്മൂസിന് അങ്ങനത്തെ ഗോപി പൊട്ട് ഇഷ്ടമല്ല, അമ്മൂസ് വട്ടപ്പൊട്ട് മതി എന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് ഇച്ചിരി ഇപ്പം എല്ലാവരും ഇങ്ങനത്തെ പൊട്ട് തൊടല്ലേ, എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ പൊട്ട് തൊടുന്നത് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു രീതിയിൽ ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ലെൻസ് ഞാൻ ലാസ്റ്റ് ടൈപ്പിലേക്ക് എടുത്ത് മാറ്റിയിട്ട് എനിക്ക് ലെൻസ് ഇങ്ങനെ കണ്ണിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലെൻസ് ആടിക്കൊണ്ടിരിക്കണായിരുന്നു. കുറേ നാൾക്ക് ശേഷം വെച്ചുകൊണ്ടാണെന്നുള്ളൂ. പിന്നെ ഞാൻ ലെൻസ് എടുത്ത് മാറ്റി. എൻ്റെ മെഹന്തിൻ്റെ അന്നാണ് അമ്മൂസ് ലാസ്റ്റായി എനിക്ക് വാരിത്തരണത്. എന്താ അന്നെങ്ങനെ വാരിത്തന്നെന്ന് അറിയൂല, അറിഞ്ഞുകൊണ്ട്. ഒന്ന് കരഞ്ഞ് അത് കഴിഞ്ഞ അവളെ എന്നും വീട്ടിൽ തന്നെ. ചേച്ചി എന്തിനാ കരഞ്ഞേ? ഹെയർ ഞങ്ങൾ ഇൻസ്പിറേഷനായിട്ട് കുറേ പിക്ചേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മേക്കപ്പ് ആർട്ടിസ്റ്റ് കുട്ടിയും കുറച്ചെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, അമ്മൂസും കുറച്ചെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അനുപമ പരമേശ്വരൻ്റെ പോലത്തെ സ്റ്റൈലായിരുന്നു ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു, എൻ്റെ കേളി ഹെയർ ആയതുകൊണ്ട്. പിന്നെ അങ്ങനെ വരുമ്പോൾ ബാക്കിലോട്ടുള്ള ഹെയർ ചെയ്യാനായിട്ട് ഭയങ്കര പാടായതുകൊണ്ടിട്ട് പിന്നെ ഞങ്ങൾ ചേഞ്ച് ആക്കി ബാക്കിൽ ബ്രെയ്ഡാക്കി വെക്കാനായിട്ട് തീരുമാനിച്ചു. ഫ്രണ്ടിൽ എന്നിട്ട് ഇങ്ങനെ കോയിൽ പോലെ കൊടുക്കാനായിട്ട് വെച്ചാൽ ഇങ്ങനെ ഒരു ഇച്ചിരി കേൾസ് ഫ്രണ്ടിൽ ഇങ്ങനെ വരണ പോലെ എൻ്റെ ഫേസ് ഫ്രെയിം ചെയ്യണ പോലത്തെ 2 പീസ് അങ്ങനെ കൊടുക്കണം എന്ന് പ്ലാൻ ചെയ്ത്. ഇത് അമ്മൂസും മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടെ എങ്ങനെയാണ് ഈ ഹെയറിൽ മുല്ലപ്പൂ വെക്കേണ്ടത്, ഏത് സ്ഥലത്തായിട്ട് വെക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിങ്ങനെ ഈ മുല്ലപ്പൂവും അതുപോലെ തന്നെ ഒരു പിങ്ക് കളറിലുള്ള മറ്റേ എൻ്റെ പേരെന്താ പറയുന്നത്, അരളി അല്ലേ, ആ പൂ രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വെക്കണത്. എനിക്കിങ്ങനെ ഫ്രണ്ട് നിന്നിട്ട് നോക്കുമ്പോൾ മുല്ലപ്പൂ കാണുന്ന പോലെ വെക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ആ രീതിയിലാണ് അവരങ്ങനെ എങ്ങനെ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴും ഭംഗി ഉണ്ടാവുന്ന രീതി. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുങ്ങുന്നത്. ഇത്രയും പ്രീ പ്ലാൻ ചെയ്ത് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഇങ്ങനെ
രസമുണ്ടായിരുന്നു. ഇങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മേളിൽ ഇങ്ങനെ മുല്ലപ്പൂവും താഴത്തെ അരളീൻ്റെ കൂടെ തന്നെ തുളസി ഇങ്ങനെ മിക്സ് ആയിട്ട് വരണ പോലത്തേതാണ് കേട്ടോ. ഇത് നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇങ്ങനെ തട്ട് പോലത്തെ ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാണാനായിട്ട് നല്ല രസമായി വന്നതെന്ന് ഞാൻ വിചാരിക്കണേ. ഇങ്ങനെ പക്ഷെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണത്തിന് പോലും ഇത്ര മുല്ലപ്പൂ ഞാൻ തല വെച്ചിട്ടില്ല. ഇങ്ങനെ തല ഇങ്ങനെ പിറകിലോട്ട് ഞാൻ ഇങ്ങനെ തല ഇങ്ങനെ വലിച്ചു പൊക്കിയായിരുന്നു പിടിച്ചുകൊണ്ടിരുന്നത് വെയിറ്റ്. കാരണം ബാക്കിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നെ മേക്കപ്പ് ഒന്ന് ഫൈനൽ ടച്ച് ചെയ്യാണ്. നമ്മൾ കുറച്ച് ഗ്ലിറ്റർ കണ്ണിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ ഗ്ലിറ്റർ അത്ര കണ്ട് ചേരണില്ല എന്ന് തോന്നിയിട്ട് ഫുള്ള് മാറ്റ് ആക്കാട്ടോ. സോഫ്റ്റ് മാറ്റ് ലുക്ക് വന്നിട്ട് കണ്ണിൻ്റെ മേലെ വെച്ച് പിന്നെ ചെറുതായിട്ട് പൗഡറും അങ്ങനെ ലാസ്റ്റ് ഫൈനൽ ടച്ചിങ് ആണ്. ഇങ്ങനെ സ്കിന്നിൽ ഇച്ചിരി ഗ്ലോക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റും കണ്ടാലും രസമല്ലേ. ഇച്ചിരി കാണുമ്പോൾ ഒരു പുട്ടിയടിച്ച പോലത്തെ ഫീൽ ഉണ്ട്. എനിക്ക് അങ്ങനെയായിരുന്നു വേണ്ടിയത്. ഞാൻ വിചാരിക്കണത് ഇത്തവണ എൻ്റെ വീഡിയോ വരുമ്പോൾ രസം ഉണ്ടാവും. എല്ലാ പ്രാവശ്യം എനിക്ക് നല്ല ചീത്തവിളിയാണ് കേൾക്കാറുള്ളത്. ഇത്തവണ എന്താവും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് സെറ്റാക്കാൻ വേണ്ടി. ഇങ്ങനെ ആട്ടോ ബാക്ക് ചെയ്തിട്ടുള്ള. ഈ ബാക്കിൽ ഇങ്ങനത്തെ ഡിസൈനൊക്കെ അമ്മൂസ് പറഞ്ഞ് ചെയ്തിട്ടുള്ളതാണ്. ആ ബ്ലൗസിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടും കൂടിയുള്ളതാണ് കേട്ടോ. ഇത് നമ്മുടെ ഓൺ സാരിയാണ് ഞാൻ എടുത്തിട്ടുള്ള സാരി. അത് മേക്കപ്പ് ആർട്ടിസ്റ്റ് കുട്ടി തന്നെ അത് പ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാരി പ്ലീറ്റ് ചെയ്തിട്ടുള്ളത് വച്ച രീതികളൊക്കെ എനിക്ക് ശരിക്കും എൻ്റെ കല്യാണത്തിന് ഒരുങ്ങണ പോലെ. എൻ്റെ കല്യാണത്തിന് ഏകദേശം ഇതേപോലത്തെ തന്നെ കളർ കോമ്പിനേഷനിലുള്ള ഡ്രസ്സായിരുന്നു. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തായിരുന്നു ഒരുങ്ങിയ സമയത്ത്. അതേപോലത്തെ മൊത്തത്തിലൊരു ഔട്ട്കം വന്ന് അതെ ആ ഒരു വൈബായിരുന്നു. ഈ സാരി തന്നെ നമ്മുടെ ഓണം കളക്ഷനകത്ത് കാണിച്ചപ്പോൾ കുറേ പേര് പറഞ്ഞായിരുന്നു ഇത് തന്നെ എടുത്താൽ. ഞാൻ അന്നത്തെ വീഡിയോ പറഞ്ഞില്ല എനിക്കൊരു പരിപാടി വരുന്നുണ്ട്, ഈ പരിപാടി വരുന്നത് അത് ഞാനിത് ഇട്ടാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് താഴെ കമൻറ്റ് സെക്ഷനിൽ ആ കമൻറ്റും കൂടി കണ്ടിട്ടാണ് എന്നാൽ പിന്നെ ഇത് തന്നെ ഇടാമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ രസമായി വന്നു. ഞാൻ ഭയങ്കര കാഷ്വലായി പോകുമെന്ന് വിചാരിച്ച്, പക്ഷേ മൊത്തത്തിൽ സ്റ്റൈൽ ചെയ്തൊക്കെ വന്നപ്പോഴേക്ക് രസമുണ്ട്. ഈ മാലയും നമ്മളുടെ സ്റ്റോറിൽ നിന്നുള്ളതാണ് കേട്ടോ. ഈ മാലയ്ക്ക് 399 499 അത്ര റേറ്റ് ആട്ടോ ഉള്ളൂ. പിന്നെ കുപ്പിവളയാട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. കുപ്പിവളയുടെ കൂടെ ഗോൾഡ് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ലാസ്റ്റ് ടൈം ആയപ്പോഴേക്കും നമ്മുടെ സ്റ്റൈലിസ്റ്റ് അമ്മൂസിന് അത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടിട്ട് അത് മാറ്റിച്ച്. പിന്നെ മുടി കട്ട് ചെയ്ത് ഈ മുടി ഉണ്ടല്ലോ ഇപ്പോൾ ഈ സ്ട്രെയിറ്റ് ചെയ്തിട്ടിരിക്കണം ആ ഇങ്ങനെ ഇച്ചിരിയുള്ള കിണുക്ക് സാധനമില്ലേ അതിപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കാടാ. അത് അന്ന് അത് ചെയ്തിട്ട് ഭയങ്കര സ്ട്രെയിറ്റ് ആയി പോയി തോന്നുന്നു. പിന്നെ ഈ ഒരു നോസ് റിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്റ്റോറിൽ നിന്നുള്ളതാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു ഡിഫറെൻറ്റ് ലുക്ക് വരുമെന്ന് പറഞ്ഞിട്ട് അമ്മൂസ് പറഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇച്ചിരി വലുതായി പോയോ എന്നൊരു സംശയമുണ്ട്. എന്നെ ഇങ്ങനെ ഞാൻ തന്നെ അത്ര കണ്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഞാൻ അങ്ങനെ വെച്ചുകൊണ്ട് പോകണേ. പിന്നെ ഞാൻ ഒരു വ്യത്യാസമായിക്കോട്ടെ, മൊത്തത്തിൽ ഇന്നൊരു എക്സ്പെരിമെൻ്റൽ മോഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ വിചാരിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. നമ്മുടെ ഫൈനൽ ലുക്ക് ആവാറായിട്ടുണ്ട്. അമ്മൂസാണ് ഗൈസ് സ്റ്റൈലിംഗ് ആൻഡ് മേക്കപ്പ്. മേക്കപ്പ് ഞാൻ ഇവിടെ പറയാൻ വന്നയാ. ആരതിയാണോ മൂക്കുത്തില് രസമുണ്ടോ നിങ്ങൾ പറയും? രസമുണ്ടോ? ഇത് നമ്മുടെ ഓൺ സ്റ്റോർ എന്നുള്ള സാരിയാണ് ഗൈസ്. നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനുണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഇതിന് 399 അല്ലേ? ആണോ? ഭയങ്കര റേറ്റ് വേണം, പക്ഷെ നല്ല രസമാണ്. നമ്മള് റെഡി ആയി കഴിഞ്ഞു. ഇങ്ങനെയാണ് കേട്ടുള്ള രസല്ലേ? എടാ താങ്ക് യു സോ മച്ച്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നില്ല നല്ല രസമായിട്ട്. ബേസ് ഒക്കെ നല്ല രസമായി. എനിക്ക് സാധാരണ എനിക്ക് ആരും ബേസ് ചെയ്താൽ നല്ല ഇഷ്ടമാവാത്തതാണ്, പക്ഷെ ഇത് രസമായിട്ട് ഇഷ്ടമായി. പിന്നെ മുല്ലപ്പൂ വെച്ചിരിക്കണൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ലുക്ക് വരണത്. എനിക്കൊരു തമിഴ് പെൺകൊടീനെ പോലത്തെ ഒരു ലുക്കായിട്ട് പോയ പോലെ ഒരു തോന്നലുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടോ, രസമായിട്ടുണ്ടെന്ന് വിചാരിക്കണത്. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. ഞങ്ങൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം വരെ അങ്ങനെ തന്നെ മേക്കപ്പ് നന്നായിട്ട് ഇരുന്നെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് 1 hour ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.